നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും വലുതെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളാണ് ഏറ്റവും വലുതെന്നിരിക്കട്ടെ. നബിദിനാഘോഷമാണോ? ഉടലോടെ സ്വർഗത്തിൽ പോവാ. ഓരോ റബീഉൽ അവ്വൽ 12 ദിവസങ്ങളിൽ നബിദിന സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോ പലപ്പോഴും പ്രിയപ്പെട്ടവരെ തലകുനിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. തൊട്ടു മുന്നിലൂടെ നബിദിനത്തിന്റെ പേരിൽ വാഹനങ്ങളിൽ പോകുന്ന പാട്ട് കേൾക്കുമ്പോ മ്യൂസിക്കുള്ള പാട്ടുകൾ ഇട്ടിട്ട് ആരോടുള്ള സ്നേഹമാണ് എന്റെ ചെറുപ്പക്കാരാ? ഇത് ഏത് നബിയോടുള്ള സ്നേഹമാണ് എന്റെ പൊന്നുമോരെ? അള്ളാന്റെ ഹബീബിന്റെ സ്നേഹം നീ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ നിന്റെ പ്രവർത്തനങ്ങൾ എവിടെയാ നിന്നെ കൊണ്ടെത്തിക്കുന്നതെന്നറിയോ? ഡെൻമാർക്കിൽ റസൂലുള്ളാഹിനെ പറ്റി അധിക്ഷേപിച്ചവരെ പോലെ, പത്തനംതിട്ടയിൽ ചോദ്യപേപ്പർ എഴുതിയവരെ പോലെ, തൊടുപുഴയിൽ കാർട്ടൂൺ വരച്ചവരും ചോദ്യപേപ്പർ എഴുതിയവരെ പോലെ, നെതർലാൻഡിൽ അടച്ചിട്ട കണ്ണാടിച്ചിലിനകത്തിരുന്ന് റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്നവരെ പോലെ നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നേ പറയാൻ കഴിയൂ. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇത് ലൈവായത് കൊണ്ട് ഞാൻ പൊതുവായ ഒരു കാര്യം ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ ഹബീബിനെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ട് ആ പരിചയപ്പെടുത്തൽ അവസാനിക്കുമ്പോ അള്ളാഹു നബി തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, മുത്തേ, അള്ളാന്റെ ഹബീബിനോട് അള്ളാഹു പറയുന്നു, ഫഇൻ തവല്ലൗ, നബിയേ, നിങ്ങളെപ്പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവർക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അവര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഫഖുൽ ഹസ്ബി അല്ലാഹ്, പറയ്, എനിക്ക് നിങ്ങൾ വേണ്ട, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കിങ്ങനെ ഒരു അനുയായികളെ വേണ്ട, എനിക്കിങ്ങനെ ഒരു അനുയായികളെ വേണ്ട എന്ന് ധൈര്യമാകിട്ട് പറയൂ നബിയേ. അങ്ങക്ക് ഞാനുണ്ട് ഹബീബേ, അങ്ങക്ക് ഞാനുണ്ട് റസൂലേ. അല്ലാഹു നബി തങ്ങൾ ആശ്വസിപ്പിക്കുകയാ. ഇവിടെ രണ്ടു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം. എന്തിനാ സന്തോഷിക്കുന്നത്? അള്ളാന്റെ ഹബീബിനെ പറ്റി നമുക്ക് എന്തിനാ ഇത്രത്തോളം? അതൊരു സാധാരണക്കാരനായ ആളല്ലേ, കേവലം ഒരു ദൂതനല്ലേ, സാധാരണക്കാരനായ ഒരു പ്രവാചകനല്ലേ. ഈസാ നബി വരെയുള്ള ആദം നബി മുതലുള്ള പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയല്ലേ. എന്തിനാണ് ഇത്രയും വലിയ ആദരവ് ആരാധനയായി മാറ്റുന്നതെന്ന് ചോദിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, അവരോട് ദേഷ്യമില്ല, പകയില്ല, വൈഷമ്യമില്ല, വൈമനസ്യമില്ല, അവരോട് യാതൊരു നിലയിലുള്ള പിണക്കങ്ങളുമില്ല. അവര് പറഞ്ഞോട്ടെ, ചിന്തിച്ചോട്ടെ. പക്ഷേ ഇന്ന് സമുദായത്തിന്റെ പരിവേഷം കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയത്തിന്റെ പേരിൽ ചെറുപ്പക്കാര് അതിര് വിട്ടു പോകുന്നു എന്നത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുയായികളാകാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം ചെറുതൊന്നുമല്ല. മൂസാ നബി അലൈഹിസ്സലാം നിലമറന്നിട്ട് കൊതിച്ചുപോയ ചരിത്രം നമുക്കറിയുമല്ലോ. മൂസാ നബി ആരാണ്? കലീമുള്ളയാണ്. തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് പലവട്ടം അള്ളാഹുവിനോട് സംസാരിച്ച വ്യക്തിയാണ്. പ്രവാചകന്മാരിൽ ശക്തരായ പ്രവാചകരാണ്. ആ പ്രവാചകനെ പറ്റി പലപ്പോഴും നബിതങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാറുണ്ട്. ഏതൊരു പീഡനം അനുഭവിക്കുമ്പോഴും അള്ളാന്റെ ഹബീബ് പറയുന്നത്, യർഹമില്ലാഹു മൂസാ ഖദ് ഊദിയ മിൻ ഹാദാ, എന്റെ മൂസ എന്ന ജ്യേഷ്ഠ സഹോദരൻ അല്ലാഹ് കരുണ ചൊരിയട്ടെ. ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ എന്റെ മൂസ എന്ന ജ്യേഷ്ഠ സഹോദരൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പീഡനങ്ങൾ എന്തും വരുമ്പോ, ഏത് പ്രയാസം വന്നാലും മൂസാ നബിയെ പറ്റി ഓർക്കാറുണ്ടായിരുന്ന ഹബീബായ നബിതങ്ങൾ. ആ മൂസാ പ്രവാചകനെ ചില്ലറക്കാരനാണോ? ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരല്ലേ. മൂസാ നബി അലൈഹിസ്സലാമിനെ കലീം എന്ന് പേര് വരാൻ തന്നെ കാരണം തൂര് സീനാ പർവ്വതത്തിൽ വെച്ച് പലവട്ടം അല്ലാഹുവിനോട് സംസാരിച്ചതിന്റെ പേരിലല്ലേ. ആ മൂസാ നബി തന്റെ നില പോലും മറന്നുകൊണ്ട് ആഗ്രഹിച്ചു പോയത് എന്തെന്നറിയോ? മൂസാ നബി തൗറാത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോ തൗറാത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന ഭാഗമല്ല, അവിടുത്തെ സമുദായമാകുന്ന എന്നെയും നിങ്ങളെയും പറ്റി പറയുന്ന വാക്കുകൾ, എന്നെയും നിങ്ങളെയും പറ്റി പറയുന്ന ഭാഗങ്ങൾ കേട്ടപ്പോ മൂസാ നബിയെ പറ്റി പറയുന്നു, തമന്നാ മൂസാ നബി കൊതിച്ചു പോയത്രേ, അയ്യകൂന മിൻ ഉമ്മത്തി മുഹമ്മദ്, ഏരൂരിലുള്ള സാധാരണക്കാരനായ ഒരാളിനെ പോലെ മൂസാ നബി കൊതിച്ചു പോവുകയാ.
എന്തുകൊണ്ടെന്നറിയോ? മൂസാ നബി നിബിതങ്ങളെ പോലെ ആകാൻ കൊതിച്ചതല്ല. അള്ളാന്റെ ഹബീബിന്റെ സാധാരണക്കാരനായ ഒരു അനുയായിയെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് കൊതിച്ചു പോയത് എന്തിന്റെ പേരിലെന്നറിയോ? എന്റെ ഹബീബിന്റെ മഹത്വം വായിച്ചിട്ടല്ല, ഹബീബിന്റെ ഉമ്മത്തുകളായ അനുയായികളായ എന്റെയും നിങ്ങളുടെയും പോരിഷ മനസ്സിലാക്കിയിട്ട ആ സമയത്താണ് അല്ലാഹു മൂസ നബിയോട് പറഞ്ഞത്, ഓ പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ നില മറന്നുപോയോ? നിങ്ങളൊരു നബിയല്ലേ, നിങ്ങളൊരു റസൂലല്ലേ, നിങ്ങൾ ഉലുൽ അസ്മിൽപ്പെട്ടയാളല്ലേ, നിങ്ങൾ ധീരരായ ഒരു നബിയല്ലേ, എന്തിനാ അങ്ങ് മറക്കുന്നത് ഈ അവസ്ഥയെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് സ്ഥലകാലബോധം വീണത്. മൂസാ നബി അലൈഹിസ്സലാമിന് അത്രത്തോളം വലിയ അനുയായികൾക്ക് പോലും മഹത്വമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ വ്യക്തിപ്രഭാവത്തിനെ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം നബിദിനാഘോഷം പോലും വേണ്ടെന്ന് പറയുമ്പോ അതിലും മഹല്ലുകളെല്ലാം പങ്കാളികളാകുമ്പോ സ്വകാര്യ അനുഭവങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും സ്വന്തമായ കാര്യങ്ങളിലും കുടുംബത്തിന്റെ വിഷയങ്ങളിലും എല്ലാം ആർഭാടങ്ങളും നടത്തുമ്പോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാന്റെ ജന്മദിനത്തിന് യാതൊരു നിലയിലുള്ള കാര്യങ്ങളും വേണ്ട, വീട്ടിനകത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് വയനാട് ജില്ലയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബിദിനാഘോഷം വേണ്ടെന്ന് പറയുന്ന പല പല സ്ഥലങ്ങളും ഇങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് മുളപൊട്ടി വരുമ്പോ ഇതിനിടയിലാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്, മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം അതിര് കടന്നിട്ട് അറിവില്ലാത്ത ചെറുപ്പക്കാര് സംവിധാനിക്കുന്ന സംവിധാനങ്ങളല്ല, ഇസ്ലാമിന്റെ പരിവേഷം കാണിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരിക്കലും കഴിയില്ല. വലിയ വലിയ വാഹനങ്ങൾ വിളിച്ചിട്ട് മനുഷ്യന്റെ പൊക്കപ്പിൽ ബോക്സ് വെച്ച് കെട്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ 1000 വട്ടം അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, വലിയ വണ്ടി നമ്മൾ വിളിക്കണം. എന്റെ അഭിപ്രായം ഈ വണ്ടിയൊന്നും പോരെന്നാണ്. ഏറ്റവും വലിയ വണ്ടി തന്നെ നമുക്ക് വിളിക്കാം, എത്ര വലിയ ബോക്സ് വേണോ നമുക്ക് വെച്ച് കെട്ടാ. എന്നിട്ട് കവലകളായ കവലകളിൽ നമ്മുടെ ഹബീബിനെ പറ്റി നമുക്ക് പറയാ, നമ്മുടെ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി വിശദീകരിക്കാം, ഹുബ്ബുൻ നബിയിൽ മുസ്തഫാന്റെ മഹത്വം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാണ് സംഗീതമുള്ള പാട്ട് നിങ്ങൾ ഇടുന്നത്? എന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ? പള്ളികളുടെ മുന്നിലൂടെ പോയാൽ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മൈക്കൊന്ന് ഓഫാക്കാൻ എന്തേ ആശിഖീങ്ങളെന്ന് സ്വയം ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരാ രാവിലെ സുബഹി നിസ്കരിക്കാതെ ആർഭാടത്തോട് കൂടിയിട്ട് നബിദിനാഘോഷം നടത്തിയിട്ട് ളുഹർ നിസ്കരിക്കാൻ നീ മെനക്കെടാത്തത്? അസറെന്തേ നിസ്കരിക്കാത്തത്? മഗ്രിബ് എന്തേ നിസ്കരിക്കാത്തത്? ഞാൻ വേദനയോടെ പറയട്ടെ, എത്രയോ ചെറുപ്പക്കാര് പല വാഹനങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നബിദിന സമ്മേളനങ്ങളിൽ പരിപാടിക്ക് പോകുമ്പോ, നാളെ ഈ വിനീതന് 2 പരിപാടിയാ. മഗ്രിബ് കഴിഞ്ഞിട്ട് നീർക്കുന്ന മസ്ജിദുൽ ഇജാബയുടെ മുമ്പിൽ നബിദിന സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷണമാണ്. അത് കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് മണ്ണഞ്ചേരിയിൽ പ്രസംഗമാണ്. ഇതും നബിദിന സമ്മേളനം തന്നെയാണ്. ഓരോ റബീഉൽ അവ്വൽ 12ന്റെ ദിവസങ്ങളിൽ നബിദിന സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പോകുമ്പോ പലപ്പോഴും പ്രിയപ്പെട്ടവരെ തലകുനിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട്. തൊട്ടു മുന്നിലൂടെ നബിദിനത്തിന്റെ പേരിൽ വാഹനങ്ങളിൽ പോകുന്ന പാട്ട് കേൾക്കുമ്പോ മ്യൂസിക്കുള്ള പാട്ടുകൾ ഇട്ടിട്ട് ആരോടുള്ള സ്നേഹമാണ് എന്റെ ചെറുപ്പക്കാരാ? ഇത് ഏത് നബിയോടുള്ള സ്നേഹമാണ് എന്റെ പൊന്നുമോനെ? അള്ളാന്റെ ഹബീബിന്റെ സ്നേഹം നീ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ നിന്റെ പ്രവർത്തനങ്ങൾ എവിടെയാ നിന്നെ കൊണ്ടെത്തിക്കുന്നതെന്നറിയോ? ഡെൻമാർക്കിൽ റസൂലുള്ളാഹിനെ പറ്റി അധിക്ഷേപിച്ചവരെ പോലെ, പത്തനംതിട്ടയിൽ ചോദ്യപേപ്പർ എഴുതിയവരെ പോലെ, തൊടുപുഴയിൽ കാർട്ടൂൺ വരച്ചവരും ചോദ്യപേപ്പർ എഴുതിയവരെ പോലെ, നെതർലാൻഡിൽ അടച്ചിട്ട കണ്ണാടിച്ചിലിനകത്തിരുന്ന് റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്നവരെ പോലെ നീ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നേ പറയാൻ കഴിയൂ. നമുക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എന്ത് വേണോ നമുക്ക് ചെയ്യാം. നമ്മുടെ മുത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളാ. എത്ര മദ്ഹ് പറഞ്ഞാലും മതി വരൂല, എത്ര അഷ്റഖ പറഞ്ഞാലും നമുക്ക് മതി വരൂല, എത്ര നബിതങ്ങളുടെ പേര് സലാപ്പ് ചെല്ലിപ്പിച്ചാലും മതി വരൂല, എത്ര വലിയ വണ്ടി വിളിച്ചിട്ടും നമുക്ക് കൊതിരീരൂല. അതൊക്കെ ആകാം, പക്ഷേ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വേണ്ട നബിദിനാഘോഷ സംഗീതം ഉപയോഗിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, അതല്ലെങ്കിൽ എന്നെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളിലോ നിങ്ങളുടെ കൂട്ടുകാരിലോ ആ ശൈലി ഉള്ളവരുണ്ടെങ്കിൽ ഇത് റസൂലുള്ളാഹിനോടുള്ള പ്രണയമാണെന്ന് ചിന്തിച്ചു പോകല്ലേ കൂട്ടുകാരാ. അതുകൊണ്ട് നബിദിനാഘോഷം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ
പറഞ്ഞു തരാ. അള്ളാന്റെ ഹബീബിനെ വാരി പുണരാൻ, സ്നേഹത്തിന്റെ ഇഷ്കിന്റെ പാലാഴി തീർക്കാൻ, അവിടുത്തെയോട് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പാരമ്യതയിൽ എത്തിയിട്ട് മഹബ്ബത്തു റസൂൽ, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ട് ഏതുപോലെ എന്നറിയോ? അബൂബക്കർ റഷീദുൽ ബഗ്ദാദി എന്ന പ്രേമഭാജനത്തിന്റെ കഥയറിയോ? മഹാനവറുകളുടെ ചരിത്രം പറഞ്ഞാൽ നാളത്തെ സുബഹി വരെ പ്രസംഗിച്ചാലും തീരില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ചുരുക്കി ഞാൻ പറയട്ടെ. എപ്പോഴും റസൂലുള്ളാഹിനോടുള്ള സ്വലാത്തിന്റെ പാലാഴി സൃഷ്ടിച്ച ഒരു ആശിഖായിരുന്നു അബൂബക്കർ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. ബഗ്ദാദുകാരനായ അബൂബക്കർ റഷീദ് എന്നവര് നബിതങ്ങളോടുള്ള സ്നേഹത്തിന്റെ പാരമ്യതയിൽ എന്താ സംഭവിച്ചതെന്നറിയോ? അള്ളാന്റെ ഹബീബിനെ ഹുബ്ബ് വെച്ച് ഏത് സമയത്തും സ്വലാത്ത് നിർബന്ധമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് മൊത്തം സ്വലാത്ത്. അവസാന സ്വലാത്തിന്റെ ലഹരിയിലായിട്ട് അള്ളാന്റെ റസൂലിനെ നേരിട്ട് കണ്ട് ആ റൗളത്ത് ശരീഫയുടെ മുന്നിൽ ചെന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് മുവാജഹത്തുർ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഞാൻ ബഗ്ദാദിൽ ഇരുന്ന് സലാത്ത് ചൊല്ലി നബിയേ, ഇപ്പൊ അങ്ങയുടെ മുന്നിൽ ഞാൻ വന്നിരിക്കുകയാണെന്ന് ഹൃദയം തുറന്ന് മുത്തു നബിയെ വാരി പുണരാൻ ആഗ്രഹിച്ചുകൊണ്ട് ബഗ്ദാദിൽ നിന്നിറങ്ങി. അറിയുമോ നിങ്ങൾക്ക്, അള്ളാന്റെ റസൂല് അന്ന് സൗദി ഭരിക്കുന്ന രാജാക്കന്മാർക്ക് സ്വപ്നം കാണിക്കുകയാ. അബൂബക്കർ റഷീദ് എന്ന ബഗ്ദാദ്കാരനെ എന്റെ റൗളയിലേക്ക് നിങ്ങൾ കയറ്റിവിടരുതേ, എന്റെ റൗളയിലേക്ക് നിങ്ങൾ കയറ്റിവിടരുതേ. എന്റെ മുമ്പിൽ വന്ന് എന്നോട് നേരിട്ടെങ്ങാനും റഷീദ് സലാം പറഞ്ഞ, അബൂബക്കർ റഷീദ് എന്റെ മുഖത്ത് നോക്കിയിട്ട് സലാം പറഞ്ഞാൽ ഞാൻ റൗളയിൽ നിന്ന് ഇറങ്ങി കൂടെ അങ്ങ് പോകേണ്ടി വരും. അപ്പുറം എന്നെ സ്നേഹിക്കുന്ന മനുഷ്യനാ. അതുകൊണ്ട് നിങ്ങൾ ഈ പടിവാതിൽക്കൽ കയറ്റിവിടല്ലേ, അത് വലിയ അപകടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അടയാളം പറഞ്ഞു കൊടുത്തു. എല്ലാ പോലീസുകാരും പാറാവുകാരും പട്ടാളക്കാരും തടഞ്ഞു നിർത്തി. സലാത്തിന്റെ മാസ്മരികത തീർത്തുകൊണ്ട് റസൂലുള്ളാഹിനെ മുഖം കാണിക്കാൻ വേണ്ടി വന്ന അബൂബക്കർ റഷീദുൽ ബഗ്ദാദിയെ തടഞ്ഞു നിർത്തിയിട്ട് തിരിച്ചു വിട്ടു. പോകാൻ എങ്ങനാണ് മനസ്സ് വരിക? മാറി കുറെ ദൂരങ്ങൾ സഞ്ചരിച്ചിട്ട് അവിടെ നിന്നിട്ട് പല രീതിയിലും വരാനുള്ള ആസൂത്രണം നടത്തി. അവസാനം വന്നു, വീണ്ടും മാട്ടിപ്പായിച്ചു. അവസാന സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ഭ്രാന്തായി ലഹരിയായി അവസാനം എന്താ എന്റെ റസൂലിന്റെ മുമ്പിലെത്താനുള്ള വഴി എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോ തലയിൽ ചുമടുകളുമായി പോകുന്ന യാത്രക്കാരെ കാണുകയാണ്. അത് മദീനയുടെ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളാണ്. തലയിൽ വലിയ വിറക് കെട്ടുകളാ. അവരിൽ ഒരാളെ ചെന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തു തരുവോ? ആ വിറക് കെട്ടിന്റെ അകത്ത് എന്നെ ഒളിപ്പിച്ചിട്ട് റൗളയുടെ മുന്നിലൂടെ ഒന്ന് കൊണ്ടുപോകുമോ? എന്റെ സ്വത്ത് മുഴുവനും നിങ്ങൾക്ക് തരാ, എന്റെ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് തരാ, പകരം എനിക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ ഹബീബിനോടുള്ള പ്രണയ ലഹരിയാൽ വിറക് വെട്ടുകാരനായ വിറക് ചുമട്ട് തൊഴിലാളിക്ക് എല്ലാ ഓഫറുകളും കൊടുത്തിട്ട് ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാ. അങ്ങനെ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്താൻ അടുക്കുമ്പോ, റൗള ഷരീഫിന്റെ മുന്നിലെത്താൻ അടുക്കുമ്പോ ആരോ അവിടെ നിന്നിട്ട് പറഞ്ഞു മുഹമ്മദ് എന്ന് കേട്ടാൽ പരിസരം മറന്നിട്ട് എല്ലാം മറന്നിട്ട് ലഹരി ബാധിച്ചവനെ പോലെ ഉറക്കെ സ്വലാത്ത് ചൊല്ലി അബൂബക്കർ റഷീദുൽ ബഗ്ദാദിക്ക് താൻ വിറക് കെട്ടിന്റെ ഉള്ളിലാണ്, താൻ ഒളിച്ചു കടക്കാൻ ശ്രമിക്കുന്നവനാണ്, താൻ മറഞ്ഞിരിക്കുന്നവനാണെന്ന ചിന്ത പോലും ഇല്ലാതെ ആരോ റസൂലുള്ളാഹിന്റെ പേരങ്ങ് പറഞ്ഞപ്പോ വിറക് കെട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ചൊല്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലിയപ്പോൾ പോലീസ് വന്ന് കെട്ടഴിപ്പിച്ചു. അദ്ദേഹത്തെ ഇറക്കി വിട്ടു. പിന്നീട് റൗള ഷരീഫിന്റെ മുമ്പിൽ നിന്നും നന്ദിച്ചു വീശുന്ന മന്ദമാരുതന്റെ തഴുകി തലോടലില് തന്റെ പ്രേമത്തെ എങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ റൗളയിൽ നിന്നും നടിച്ചു വീശുന്ന ആ ഇളം കാറ്റിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്തിട്ട് ഹുബ്ബ് വെളിവാക്കിയ അബൂബക്കർ റഷീദുൽ ബഗ്ദാദിമാരാകുവോ? സ്വലാത്തുകൾ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയെ സ്നേഹിച്ച് ലഹരിയാകാൻ കഴിയോ? എന്തിനാ മ്യൂസിക്കുള്ള പാട്ടിടുന്നത്? എന്തിനാണ് റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? എല്ലാം നമ്മൾ ചെയ്യുമല്ലോ, പക്ഷെ സ്വലാത്ത് എത്ര ചൊല്ലി എന്ന് ചോദിക്കുമ്പോൾ റബീഉൽ അവ്വൽ അവസാനിച്ച്
റബീഉൽ ആഖിർ കടന്നു വരുമ്പോൾ ഒരു 100 സ്വലാത്ത് പോലും നമ്മൾ ചെല്ലികിട്ടുണ്ടാകൂല. ഒരു 100 സ്വലാത്ത് പോലും നമ്മൾ ചെല്ലികിട്ടുണ്ടാവൂല. ഒരുപാട് സദസ്സുകളിൽ ഒരുപാട് സ്വലാത്തുകൾ ഇജാസത്ത് കൊടുക്കുന്ന, എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നപ്പോ, ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടപ്പോ, ആ പ്രയാസങ്ങൾ ഞാൻ പറയാതെ തന്നെ വായിച്ചെടുത്ത മഹാനായ ശൈഖുനായ ഒരു ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത സമയത്തും ഒരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടുപോകുമ്പോൾ, പല രീതിയിലും ശത്രുക്കൾ വിരിച്ച വലയിൽ ഞാൻ കുടുങ്ങി പോകുമോ എന്ന ഒരു സന്ദർഭത്തില്, ആ ഘട്ടത്തിൽ ഞാൻ ഉസ്താദ് ഈ പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും എനിക്കൊരു സ്വലാത്തും ദിക്റും പറഞ്ഞു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾക്ക് ഇജാസത്ത് കൊടുക്കുന്ന, ദിക്റുകൾ ഇജാസത്ത് കൊടുക്കുന്ന അതൊരു ലോകമാണ്. അതെല്ലാവർക്കും പറഞ്ഞാൽ തിരിയണമെന്നില്ല. അതൊരു ലോകമാണ്. ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണമെന്ന് എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ അഭിവന്യനായ ഗുരുവര്യർ, എന്നെ ഞാനാക്കി മാറ്റിയ, എന്റെ എല്ലാ കുറവുകളും കണ്ടു ചേർത്തു നിർത്തിയിട്ട് എന്നെ പഠിപ്പിച്ച ആദരണീയനായ ശൈഖുൽ ഹദീസ് ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ തന്ന ഇജാസത്ത് 15 വർഷമായി. പടച്ചവന് സ്തുതി, അൽഹംദുലില്ലാഹ്. ഈ 15 വർഷത്തിന്റെ ഉള്ളിൽ ഓരോ ദിവസം സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും 100 സ്വലാത്ത് വീതം ചെല്ലാൻ എനിക്ക് അനുമതി തന്ന, ഇജാസത്ത് തന്നിട്ട് ഈ നിമിഷം വരെ, ഇന്ന് ഞാൻ ഈ സദസ്സിൽ കയറുമ്പോഴും ഞാൻ ചൊല്ലിക്കിട്ടാ കയറിയത്. പ്രിയപ്പെട്ടവരെ, 15 വർഷമായി ഞാൻ മുടക്കിയിട്ടില്ല.